സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ഒരുമയുടെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിക്കുകയാണ്. ഓണക്കോടിയൊടുത്തും പൂക്കളമിട്ടും സദ്യവട്ടങ്ങൾ ഒരുക്കിയുമൊക്കെ ഗംഭീരാഘോഷത്തിലേക്ക് മലയാളികൾ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓണസദ്യ പല വീടുകളിലും വിളമ്പിക്കഴിഞ്ഞിട്ടുണ്ടാകും. ആദ്യം ഓണം സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് കാണാം. പൂക്കാലം ചേലണിയും ആവണി വരവായി, മഴവില്ലോണക്കോടികളിൽ ചാരുത നിറവായി, നറുചിരിയുടെ നേരോടെ. കള്ളവും ചതിയുമില്ലാതെ മനുഷ്യരെയെല്ലാം സമന്മാരായി കണ്ട മഹാബലിയുടെ സദ്ഭരണകാലത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് മലയാളികൾ. ഐതിഹ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും ഓണം മലയാളിക്ക് ജാതി മതഭേദമന്യേയുള്ള ഉത്സവമാണ്. ഉത്രാടപ്പാച്ചിലിന്റെ ക്ഷീണം മറന്ന് ആഘോഷിക്കാനുള്ള ദിവസമാണിന്ന്. പഞ്ഞക്കർക്കടകം തീർത്ത വറുതിയുടെ നാളുകൾക്ക് വിട നൽകി കാണം വിറ്റും ഓണമുണ്ണാൻ മനസ്സൊരുക്കി പുത്തൻ കോടിയണിഞ്ഞ് പൂക്കളമിട്ട് ഓണത്തിമിർപ്പിലാണ് ഭൂമി മലയാളം. ഗുരുവായൂർ, ശബരിമല, തൃക്കാക്കര, ആറന്മുള ക്ഷേത്രങ്ങളിൽ ദർശനത്തിനും ഓണസദ്യയ്ക്കുമായി ആയിരങ്ങളാണ് എത്തിയത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓണവില്ല് സമർപ്പണം നടന്നു. മറുനാട്ടിലും ഓണാഘോഷം കെങ്കേമം. രാജ്യത്തിനകത്തും പുറത്തും മലയാളി ഉള്ളിടത്തെല്ലാം ഓണനിറവ്. ന്യൂസ് ഡെസ്ക് 24.